കെ പി കേശവമേനോൻ കോളനി റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും നവവത്സര ആഘോഷവും നടന്നു. പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഒലവക്കോട് ആണ്ടിമഠം കെ പി കേശവമേനോൻ കോളനി റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും നവവത്സരാഘോഷവും വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് എസ് എം നിസാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബേബി ശ്രീകല സ്വാഗതം പറഞ്ഞു. കൗൺസിലർ ബി എം ഷിഹാബുദ്ദീൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബിജു വി നായർ, അജയ് നായർ, വൈസ് പ്രസിഡന്റ് പാർത്ഥസാരഥി എന്നിവർ സംസാരിച്ചു. വാർഡിലെ മുൻ കൗൺസിലർമാരെയും അസോസിയേഷനിലെ മുതിർന്ന അംഗങ്ങളെയും ആദരിച്ചു. വാർഷിക റിപ്പോർട്ട്, വരവ് ചെലവ് കണക്ക് എന്നിവയും പൊതുയോഗത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചു. വിവിധ കലാപരിപാടികളുടെയും ഗാനമേളയുടെയും അകമ്പടിയോടെ സ്നേഹവിരുന്നും നടന്നു. കോളേജിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ എം പി ഫണ്ട് ഉപയോഗിച്ച് അടുത്ത മാർച്ചിൽ ഹൈമാസ് ലൈറ്റ് കോളേജിൽ സ്ഥാപിക്കുമെന്ന് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉറപ്പു നൽകി. ആലോചിക്കുമ്പോൾ ആദ്യത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്താരാ, ആരാ അധ്യക്ഷം വഹിച്ചത്, അവിടെ ആരാ സ്വാഗതം പറഞ്ഞത്, അല്ലേ? ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ്. ഞാനിപ്പോൾ ഈ ഇലക്ഷന് മുമ്പും ഇലക്ഷന് ശേഷവും ചുരുങ്ങിയത് 1 ഡസൻ റെസിഡൻസ് അസോസിയേഷനിൽ പോയി. ഇപ്പോൾ വെക്കേഷൻ സമയമാണ്, 31-ാം തീയതി വരെയും ഒരുപാടുണ്ട്. പിന്നെ തുടങ്ങുക അടുത്ത വെക്കേഷനിലാണ്, ഏപ്രിൽ മെയ് മാസത്തിൽ സ്കൂൾ വാർഷികവും ഇതുപോലെ കോളനികളുടെ വാർഷികമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു പ്രത്യേക അനുഭവമാണ്. ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിലുള്ള കോളനി മാത്രമല്ല, 44 വർഷം നടത്താത്തത് ഈ വർഷം ആദ്യമായിട്ട് നടന്നത്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊന്ന് കൂടാനും ഒരു കൊല്ലമായിട്ട് ഇങ്ങനെ അസോസിയേഷൻ ഉണ്ടാക്കാനും മുൻകൈ എടുത്തവരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക.